കാരണം നമ്മളിപ്പോൾ എല്ലാം കഴിഞ്ഞ് ഡൽഹി വന്നേക്കുവാ. ഡൽഹി വന്ന് ആകെ ജോലിയാണ് മൊത്തം. മോളിവിടെ ഉണ്ടായിരുന്നു, അവളെല്ലാം വൃത്തിയൊക്കെ ആക്കിയിട്ടേക്കുമായിരുന്നു. എങ്കിലും അവിടെ ഇവിടെ എല്ലാം പേർക്ക് സാധനങ്ങളും ഒക്കെയാണ്. നമ്മൾ 3 ദിവസത്തെ യാത്രയും കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. ഇന്ന് രാവിലെ ഇപ്പം നമുക്ക് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. വീഡിയോ വന്നിട്ടില്ല. പാറക്കുട്ടി എവിടെ വന്നാലും എന്നെ കാണീരെന്നും പറഞ്ഞ് ഭയങ്കര ബഹളമാവാ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് വെറുതെ. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഡൽഹി വന്നെന്ന് പറ. ഡൽഹി വന്ന് ഇപ്പൊ രാവിലെ പുട്ട് ചുടാൻ പോവാന്ന് പറ, പുട്ടുണ്ടാക്കാൻ പോവാന്ന് പറ. ഓക്കെ, അപ്പൊ ഞാൻ പുട്ടുണ്ടാക്കട്ടെ, അവൾ ഇവിടെ നിക്കട്ടെ. നമ്മളിപ്പം പുട്ട് ഉണ്ടാക്കാൻ പോവാ. പുട്ടെടുക്കാനായിട്ട് നമ്മൾ രാവിലെ വന്നു, എണ്ണിച്ചു, ജോലി രാവിലെ ചായ കുടിച്ചു കഴിഞ്ഞ് ഇനി എല്ലാം വൃത്തിയാക്കുകയൊക്കെ വേണം, ഒന്ന് തൂക്കുകയും മരുകയൊക്കെ ചെയ്യണം. അപ്പം നമ്മൾ കുറച്ച് തേങ്ങ ഒന്ന് പുട്ടിന് വേണ്ടി ഒന്ന് തിരുമ്മി എടുത്തിട്ട് വേണം നമുക്ക് പുട്ടുണ്ടാക്കാൻ. അപ്പം നമ്മൾ തേങ്ങ എല്ലാം തിരുമ്മി വെച്ച് ഇനി നമുക്കൊന്ന് പുട്ടിന് കുഴയ്ക്കാം. അപ്പം നമ്മൾ ഇവിടെ കൊണ്ടുവന്ന അരിപ്പൊടിയാണ്, സിമെൻസിൻ്റെ പുഞ്ചപ്പുട്ട് പൊടിയായിട്ട് അതൊന്ന് കണ്ടു. അപ്പം നമ്മൾ പുഞ്ചപ്പുട്ട് പൊടി ഇട്ട് നമുക്കൊന്ന് കുറച്ചൊന്ന് കുഴച്ചെടുക്കാം. അപ്പം നമുക്കിതിനകത്ത് കുറച്ച് തേങ്ങയും ഇട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടൊന്ന് കുഴയ്ക്കും. അപ്പം നമ്മുടെ അരി ഒന്ന് പുട്ടുപൊടി ഒന്ന് കുഴച്ച് വെച്ച് ഇനി ഒരു 10 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് ഏത്തയ്ക്ക പുഴുങ്ങാൻ നോക്കാം. നമ്മൾ ഏത്തയ്ക്ക നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന, പക്ഷേ നന്നായിട്ടിരിക്കും. നമ്മൾ അധികം മേടിച്ചില്ല, അളിഞ്ഞു വന്ന് 2 കിലോ മേടിച്ചു. അതൊന്ന് പുഴുങ്ങിയെടുക്കാം. അപ്പം നമുക്ക് ഏത്തയ്ക്ക എല്ലാം ഒന്നരിഞ്ഞ് പുഴുങ്ങാൻ വെക്കാം. നമുക്ക് ഈ ഏത്തയ്ക്ക എല്ലാം ഒന്ന് 2ആയിട്ട് കണ്ടിച്ച് നമുക്ക് അടുപ്പിലോട്ട് വെക്കാം. അപ്പം നമ്മളെ പുട്ടടുപ്പ് വെച്ചു. നമ്മൾ ഇത് ഏത്തയ്ക്കായും പുഴുങ്ങാനുള്ളത് ഇഡ്ഡലിക്കുട്ടത്തി വെച്ചു. ഓക്കെ, അപ്പം നമ്മുടെ പുട്ട് നമ്മളെ ഇങ്ങോട്ട് എടുത്തിട്ട് നമുക്ക് ഒരു പാത്രത്തിലോട്ട് കുത്തിയെടുക്കും. അപ്പം നമ്മുടെ പുഞ്ചപ്പുട്ട് പൊടിയുടെ നല്ല ആവി പോകുന്ന നല്ല പുട്ട്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് അടിപൊളി പുട്ട്. അപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൊടിക്കുണ്ടാക്കിയതാണ് നല്ല അടിപൊളി. ഏത്തയ്ക്ക നമ്മളെ പിന്നെ എല്ലാം റെഡിയായിട്ടപ്പം നമ്മളെ ഏത്തയ്ക്ക കഷ്ണവും കൂടെ എടുത്ത് അപ്പം രാവിലെ ഇന്ന് നമുക്ക് പുട്ടും ഏത്തയ്ക്ക പുഴുങ്ങിയതും. അപ്പോൾ എല്ലാവരും, ഞാനിനിയും പുറകിന് വീഡിയോ ഒക്കെ ഇടാം. അങ്ങനെ നമ്മുടെ പുട്ടും രാവിലെ വന്നപ്പം മുതൽ ഓരോ ജോലികളാണ്. ഇന്നലെ വന്നപ്പം മുതൽ ഓരോ ജോലികളാണ്. അപ്പോൾ ഇനിയിപ്പം